വായിക്കുക. മത്തായി 24:21 വാക്യം. അടുത്ത വാക്യം മത്തായി 24:21 വാക്യം. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ദാ കിടക്കുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലോകം എത്ര വർഷമായി? 6000 കൊല്ലമേ ബൈബിള് ലോകവും ബന്ധം. ഒന്നാം ലോകം, പുരാതന ലോകമാ ഒന്നാം ലോകം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 6000 കൊല്ലം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. എന്താ കാര്യം? ഇന്ന് വരെ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ശ്രദ്ധയോടെ വചനം കേൾക്കണം. ഈ കോവിഡ് ഒരു നാന്തി. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു സംഭവം ഇവിടെ വരും. 1800 ഒരു സംഭവം ഇവിടെ വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കി. രണ്ടാമതൊരു സംഭവം 1917 വന്നു. 1917 ബൈബിളും ലോകചരിത്രവും പഠിക്കുന്നവർക്കറിയാം. ഒരു പ്രത്യേക വർഷം 1917. അന്നാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത്. സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി. ആരാ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ നേതാക്കൾ? 2 യഹൂദന്മാർ. കാറൽ മാർക്സ്, അവൻ ഒന്നാം തരം യഹൂദന. അത് കഴിഞ്ഞ് ടേങ്കൽസ്. അന്നാ അവർ മെയ് ദിനത്തിൽ തുടങ്ങിയത് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുവിൻ. സ്വോത്രം. അപ്പം ആരാ? മാർക്സിസം കൊണ്ടുവന്ന യഹൂദന്മാരാ. ഞങ്ങളുടെ പല സഹോദരന്മാർക്കും അറിയത്തില്ല കാറൽ മാർക്സ് ആരാന്ന്. അവൻ പക്കാ യഹൂദനാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ അന്ന് ആ റഷ്യക്കകത്ത് രണ്ടാമത്തെ സംഭവം. 3, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ യഹൂദൻ ആദ്യമായി തിരിച്ചു ചെന്ന് ടെൻ്റ് അടിച്ചത് ബാൽബോർഡ് വിളംബരം 1917 നവംബർ മാസം 2-ാം തീയതി. 3 സംഭവങ്ങൾ. അതിനകത്ത് 3-ാമത്തെ സംഭവം, അന്നൊരു വൈറസ് ഇറങ്ങി. ഒരു പ്രത്യേകതരം രോഗം. അതൊരു പനി പോലെ അടിച്ചു. സ്പാനിഷ് ഫ്ലൂ. 5.5 കോടി പേർ മരിച്ചപ്പോൾ 2020-19 ചൈനയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ ഇറങ്ങി. 6-ാമത്തെ വകഭേദത്തിലേക്ക് അവൻ നീങ്ങുന്നു. ആ വൈറസ് ആദ്യം ഇറങ്ങി 2019 ഒക്ടോബറിൽ ഇറങ്ങി. പുതിയ വൈറസ് ആയതുകൊണ്ട് നോവൽ കൊറോണ. കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലല്ല, പുതിയ വൈറസ് ആയതുകൊണ്ട് ആ നോവൽ കൊറോണ എന്ന് പേരിട്ട് 19 ഇറങ്ങിയോണ്ട് COVID-19 എന്നിട്ടു. ചേട്ടൻ്റെ ഉപ്പും പുളിയും പോയപ്പം B117 എന്നിട്ടു. 4 അച്ചായൻ വെന്റിലേറ്ററിൽ കയറി. എവിടെ? ശ്വാസം കിട്ടാതെ ന്യൂമോണിയ. നെയ്യാറ്റിൻകര താലൂക്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും. അന്നേരം ഇട്ട് കെൻ്റ് എന്ന് പേരിട്ടു. അത് കഴിഞ്ഞിട്ട് 5 ഒരു വീട്ടിൽ വന്നപ്പോൾ അടച്ചപ്പോൾ പറഞ്ഞു ഡെൽറ്റ അടിക്കുന്നു 4 വീട്ടിലേക്ക്, ആരും പുറത്തിറങ്ങരുത്. അത് 5. 6 ഇന്ന് പുതിയത് ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ പേരാ ഒമിക്രോൺ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരും മാസ്കൊക്കെ മാറ്റി നടക്കുക. ചേച്ചി മാസ്ക് വച്ചാൽ നല്ലത്. സ്വോത്രം. ഞാൻ ഒന്നും പറയുന്നില്ല, സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇതുടനെയെങ്ങും പോകത്തില്ല. 4.5 വർഷം അന്തരീക്ഷത്തിൽ കിടക്കും. പിന്നെ കർത്താവായിട്ട് അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ കുപ്പി കയറ്റിയ ഭാഗ്യം. സ്വോത്രം. ഉടനെ ഇത് പോകത്തില്ല. ഇപ്പോഴും ഇത് അടിച്ചുകൊണ്ടിരിക്കുക. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. അതുകൊണ്ടല്ലേ ഇത്രയും പേര് നമ്മൾ കേട്ടത്. എന്നെക്കാൾ പ്രായം കൂടി അച്ചായന്മാർ റോഡിലുള്ളവർ കേട്ടില്ലേ 12 പേരുകൾ. മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, കീപ്പ് ഡിസ്റ്റൻസ്, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, കണ്ടെയ്ൻമെൻറ്റ്, ഹോട്ട്സ്പോട്ട്, PPE, ട്രൂനാറ്റ്, മൂക്കിലിടുന്ന ആൻറ്റിജൻ, മതിലിയാടണമെങ്കിൽ RTPC. ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. നേഴ്സിന് പോലും ഇത്രയും കാര്യം അറിയാമോ? സ്വോത്രം. അമേരിക്ക മുതൽ കേരളം വരെയുള്ളവർ ഇത് കേട്ടില്ലേ? ഇതാ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടമുണ്ടാകും. അങ്ങനെയെങ്കിൽ അമേരിക്ക തകരുന്നു. താലിബാൻ ആര് തീർക്കും? ആരെ കൊണ്ട് പറ്റും? പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോന്നു. ലങ്ക കാര്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ. ഇന്ത്യയിൽ നമ്മുടെ KSRTC നെയ്യാറ്റിൻകരക്കാർ ഒരു 2 വീലറൊക്കെ മേടിച്ചോ, മിക്കവാറും ഇത് ഒതുങ്ങും. സ്വോത്രം. എപ്പോൾ രാത്രി കൊടി വീഴുന്നെന്നറിയത്തില്ല. അങ്ങനെയെങ്കിൽ KSRTC കേന്ദ്ര ഗവൺമെൻറ് പോലും LIC വിറ്റ് കാശാക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ ആര് കൊണ്ടുപോയി? അദാനി. തിരുവനന്തപുരം എയർപോർട്ട് ആര് കൊണ്ടുപോയി? അദാനി. നിങ്ങളെല്ലാം പോയ എയർ ഇന്ത്യ, ടാറ്റ അതും കൊണ്ടുപോയി. സ്വോത്രം. ഇനി ഒന്നേ കൊണ്ടുപോകാനുള്ളൂ. ഉദയംകുളങ്ങര നെയ്യാറ്റിൻകര SBI പോയാൽ അന്ന് കർത്താവ് വരും. സ്വോത്രം. ബാക്കിയെല്ലാം തീർന്ന് ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് എല്ലാം വിറ്റില്ലേ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുവാൻ ഒരുവനെ ലോകം അന്വേഷിക്കും.
അപ്പോൾ വെളിപ്പാടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാട് 13:1-2 തുടർന്ന് വാക്യം വായിച്ചെന്ന് 10 മണിക്കും തീരത്തില്ല. ബാക്കി ഞാൻ മുൻപോട്ട് വായിക്കാം. വെളിപ്പാട് 13:1-2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ? ഇന്നത്തെ ലോകത്തിന്റെ അന്ത്യത്തിൽ സഭയെടുക്കപ്പെട്ടാൽ, ഇന്നത്തെ റഷ്യ ഉക്രൈൻ മാറി ചൈന തൈവാൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും റഷ്യ ഇസ്രയേലിനെ അടിക്കും. നാളെ പ്രസംഗിക്കാൻ നേരത്തെ വന്നാൽ മതി. അങ്ങനെയെങ്കിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ പരിസമാപ്തിയിൽ ആരിതെല്ലാം ക്ലിയറാക്കും? മോഡി സാറിനെ കൊണ്ട് പറ്റൂ? ഒരു രക്ഷയില്ല. സ്വോത്രം. ഇപ്പം എവിടെ പോയിരിക്കുന്നു? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഉറക്കമുണ്ട്. അവരൊക്കെ 4 മണിക്കൂറൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ നമ്മളെപ്പോലെ എന്തതിശയമേ പാടിയ നമ്മളാ 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുന്നത്. സ്വോത്രം സ്വോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പുസ്തകം എടുക്കുന്നത്. ഇവർ ശരിയാക്കാൻ പറ്റും? ഇവരെല്ലാം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വരും. അപ്പോൾ 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം, ഒരു ഭരണാധികാരി വരും. ഞാൻ മുൻപോട്ട് വായിക്കാം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ലോക ജനസംഖ്യ ഒരുത്തൻ എഴുന്നേറ്റ് വരും. റോബോട്ടല്ല, കമ്പ്യൂട്ടറല്ല, യഹൂദന്റെ ജീനിൽപ്പെട്ട ഒരുവൻ എഴുന്നേറ്റ് വരും. അവൻ 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം, തുമ്പുകെട്ട ഇടയൻ, അധർമ്മമൂർത്തി, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു. അങ്ങനെ ഒരുവൻ എഴുന്നേറ്റ് വരും. തീർന്നില്ല. അവൻ പുള്ളിപ്പുലിക്ക് സദൃശം. പുള്ളിപ്പുലി ഇന്നത്തെ ഗ്രീസ്, തകർന്നവൻ. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, ഇന്നത്തെ ഇറാൻ. അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം, ഇന്നത്തെ ഇറാഖ്. വെളിപ്പാട് 13:1-2 റെഫറൻസ് ചാപ്റ്റർ റെവലേഷൻ 13:1-2. അവൻ്റെ കാൽ കരടി, കാൽ ഇറാൻ, അവൻ്റെ മുഖം സിംഹത്തിൻ്റെ വായ്മുഖം. അതിന് മഹാസർപ്പം. ഇന്ന് മയക്കുമരുന്നും മദ്യവും ലോകത്തെ പിടിച്ചിരിക്കുന്ന സാത്താൻ പറയും, നിങ്ങൾ യഥാർത്ഥ ഭരണാധികാരി. മഹാസർപ്പം വലിയ ശക്തി, അധികാരം, സിംഹാസനം. ദാറ്റ് മീൻസ് മസിൽ പവർ, മണി പവർ. കോവിഡിൻ്റെ മറവിൽ സകലത് ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നത് കൊണ്ട് ഇന്നത്തെ LIC പോലും ആരായി പോയെന്നറിയത്തില്ല. ഈ ഓഹരിയെല്ലാം കൊണ്ടുപോകും. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ഭരണാധികാരി വരുമോ? ആരെയൊക്കെ അവൻ ചവിട്ടിമതിക്കും? വായിക്കാം. ദാനിയേൽ 7:8 വാക്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കണം. നല്ല കൃത്യസമയത്തെ നിർത്ത്. ദാനിയേൽ 7:8 വാക്യങ്ങൾ വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ വായിക്കാം. ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. നാലാമതൊരു മൃഗം കണ്ടു. ആ ഭാഗം ഒന്ന് നിൽക്കും. നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ചോണം. ദാനിയേൽ പ്രവചനമാ, ബൈബിളും ലോക ചരിത്രവും. ഏതാ? ദാനിയേൽ 7:8. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ഇത് കണ്ട ദാനിയേലിന്റെ ദർശനവും. അതാ തല തങ്കം. ആ തങ്കത്തിന്റെ പേരാ നെബൂഖദ്നേസർ. അത് കഴിഞ്ഞ് നെഞ്ചും കൈയും വെള്ളി. അതിൻ്റെ പേരാ മേദ്യ പാർസ്യ, കോരശും ദാര്യാവേശും. 3 അരഭാഗം താമ്ര, ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. മറ്റൊരു ദിവസങ്ങളിൽ ഞാനിത് പ്രസംഗിക്കാം. ഇപ്പം ഈ കോഡ് ഓടുന്നുണ്ടാണ് ഞാനതിൽ തൊടാത്ത. 4 വേറെ വരുന്നുണ്ട്. ഇരുമ്പ് അഥവാ തൊടയുടെ ഭാഗം ഇരുമ്പ്. ഇതാ ഒരു മനുഷ്യൻ ഭരണത്തിൽ വരുന്നതിൻ്റെ ലക്ഷണം. അങ്ങനെയെങ്കിൽ രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു. വായിച്ചാട്ടെ അടുത്ത വാക്ക്. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അതാ റോമൻ സാമ്രാജ്യം, പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി 47 വരെ ഇന്ത്യയെ ഭരിച്ചു. ചരിത്രം, ബൈബിൾ. അടുത്ത വാക്ക്. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. റോമാ സാമ്രാജ്യം സകലത്തെയും ചവിട്ടിക്കളഞ്ഞു. ഈ റോമാ സാമ്രാജ്യത്തിൽ കൂടെ ഒരുവൻ വരും. ഇന്നത്തെ ഇരുമ്പും കളിമണ്ണും ജനാധിപത്യം. ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞ്. കണ്ട സകല മൃഗങ്ങളിലും വെച്ച്, ലോകം കണ്ട ഭരണാധികാരികൾ വെച്ച്, ഹിറ്റ്ലറെ, മുസോളിനി, മാർക്സ്, ഏംഗൽസ്, ലെനിന്, ഇവരെക്കാൾ വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ അവൻ കയറാൻ പോകുന്നു. ഇതാ ദാനിയേലും ബൈബിളും തമ്മിലുള്ള കമ്പാരിസൺ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അടുത്തത്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ കൊമ്പ ഇന്നത്തെ വത്തിക്കാൻ സകല അധികാരം അവരുടെ കയ്യിലേക്കായി. ഞാൻ പുറകെ പ്രസംഗിച്ചു തരാം. ലോകരാജ്യങ്ങൾ മുഴുവൻ അവരുടെ കീഴിലേക്ക് പോകാൻ പോന്നു വത്തിക്കാൻ. അതുകൊണ്ട് വായിക്കാം. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. 3 പേരോടെ പറഞ്ഞുപോയി. ഇവിടെ ബൈബിൾ ഉള്ളവർ കേൾക്കണം. പ്രവചനം എന്താ? 3. 1 നെയ്യാറ്റിൻകര ആദ്യം ഭരിച്ചതാരാ? രാജകീയ ഭരണം. കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ രാജകുടുംബം. 1. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആരാ ഭരിക്കുന്നത്? ജനാധിപത്യ ഭരണം. കണ്ടില്ലേ? രാജകീയം മാറി. ഇനി അന്ത്യകാലത്തെ ഏകാധിപതികൾ. കേട്ടിട്ടുണ്ടോ? തിമത്തിയോസ് പറയുന്നുണ്ട്. 2 തിമത്തിയോസ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ,
പിണറായി സാറ് പറയുന്ന ഞാനായിരിക്കും മൂന്നാമത് മുഖ്യമന്ത്രി. സ്വോത്രം. മോഡി സാറ് പറഞ്ഞ് പ്രധാനമന്ത്രി കസേര ആരും നോക്കണ്ട, പോകുന്നത് വരെ പ്ലെയിനും പ്രധാനമന്ത്രി ഞാനാണ്. സ്വോത്രം. പുടിൻ പറയുന്നു 36 വരെ ഞാനാ പ്രസിഡന്റ് റഷ്യയുടെ. അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത് ചൈനയുടെ ഒരുത്തനുണ്ട്, അവൻ്റെ പേരാ ഷീ ജിങ് പിങ്. പുള്ളി പറഞ്ഞൊക്കെ എൻ്റെ നേരെ മിണ്ടിയാൽ സദാം ഹുസൈൻ്റെ കണക്ക് തോക്കൻ്റെ കയ്യിലുണ്ടെന്ന്. സ്വോത്രം. അടുത്ത ഇതാ ബൈബിളും പ്രവചനവും കൊറിയക്കാരൻ കിങ് ജോങ്, അവൻ പറയുന്നത് ശവപ്പെട്ടി ഇരിക്കുന്നവരെ ഞാനാ. അപ്പൊ എവരെ എല്ലാം യമൻ തട്ടും കോവിഡിന്റെ മറവിൽ. മുമ്പിൽ 3 വേരോടെ പറഞ്ഞു പോയി. അടുത്ത വാക്ക്, ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. ദാ കിടക്കുന്നു. അവൻ മനുഷ്യനെ നോക്കുമെന്ന് ഒരു 5 വർഷം സജു ചാത്തന്നൂർ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ ഓടിക്കത്തില്ലേ? യവൻ മനുഷ്യനെ നോക്കുമെന്ന്. സ്വോത്രം. ഇപ്പം നോക്കി തുടങ്ങിയില്ലേ? ആര് നോക്കി? മൊബൈൽ നോക്കി, കമ്പ്യൂട്ടർ നമ്മളെ നോക്കി തുടങ്ങിയില്ലേ? മിണ്ടുന്നില്ല. സ്കൂൾ അടച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം എവിടെ കയറി? ഗൂഗിൾ മീറ്റ് കൈ ഉയർത്തിയാട്ടെ. 2 പിന്നെ ഫേസ്ബുക്ക് ലൈവ് കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് വേറൊന്ന് വന്ന് സൂം. ഇവിടെ ഇരിക്കുന്നത് അമേരിക്ക കാണാം, തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ലൈവ് എല്ലാം ഇപ്പോഴില്ലേ? ഗൂഗിൾ മീറ്റ്, ഫേസ് ആപ്പ്, സ്കൂൾ ആപ്പ്. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? കമ്പ്യൂട്ടർ പഠിക്കാത്ത ആരുണ്ട് ഇവിടെ? താണ്ടി കൊച്ചുമോൻ ഇവിടെ നിന്ന് ചിരിക്കുന്ന പ്രശ്നം കേട്ടിട്ട് അവൻ പണ്ട് ടച്ച് മൊബൈൽ ചോദിച്ചാൽ അമ്മച്ചി പറയും മിണ്ടരുതെന്ന്. സ്കൂൾ അടച്ചപ്പോൾ സാംസങ് ഗാലക്സി അല്ലേ കൊടുത്ത സ്കൂളിൽ കയറിക്കോ ഗൂഗിൾ മീറ്റ്. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. താണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ഛൻ അന്ന് സ്കൂൾ അടച്ചു, കോളേജ് അടച്ചു, പള്ളി അടച്ചു. മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു മൊബൈൽ ഉണ്ടായിരുന്നു. സ്വോത്രം. ഉടനെ ആ സാംസങ് ടച്ച് മൊബൈൽ 299 ചാർജ് ചെയ്തിട്ട് ആര് പറഞ്ഞു? വീട്ടിലെ സഭായോഗം. പിള്ളേർ പറഞ്ഞു അച്ചായ യൂട്യൂബ് എടുത്തിട്ട് ഒറ്റ ഞെക്ക് WW വീട്ടിലെ സഭായോഗം. അച്ചായനും മൊബൈൽ പഠിച്ചില്ല. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ലൈവ് കേട്ടിട്ടുണ്ടോ? സ്വോത്രം. സാത്താൻ. നമ്മുടെ മരിയാപുരം ഈ ഗ്രൗണ്ട് ഇതൊരു നല്ല ദൈവാസൻ്റെ ആകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ, അദ്ദേഹം ഗൾഫിൽ. ഉടനെ സഹോദരി വിളിക്കുന്നു, വൈകിട്ട് നീ എന്താ സാപ്പിട്ടത്? പണ്ടാന്നേ പറയും ചേട്ടാ ചിക്കനും ചപ്പാത്തി. ഇതങ്ങനാന്നോ? ഇന്ന് ടേബിളിൻ്റെ മുമ്പ് വെച്ച് സഹോദരി ചിക്കനും ചപ്പാത്തിയും തിന്നുന്നത് ദുബായിരിക്കുന്ന അച്ചായൻ കാണും. ഉടനെ അച്ചായനോട് സഹോദരിക്ക് അച്ചായ എന്താ ചാപ്പിടുന്നത്? അച്ചായൻ പറഞ്ഞാൽ കെൻഡക്കിയാ കഴിക്കുന്ന. സ്വോത്രം. കണ്ടില്ലേ? എല്ലാം കാണുമെന്ന് അന്ത്യകാലം. അതാണ് ബൈബിൾ. നമ്പർ 1. ഈ ആപ്പുകളെല്ലാം അവസാനം അവൻ്റെ കയ്യിലെത്തും. പുറേ ഞാൻ പറഞ്ഞു തരാം. ആപ്പിൾ അവൻ്റെ കയ്യിലെത്ത്. എല്ലാ ആപ്പും അവൻ്റെ കയ്യിലെത്താൻ പോകുന്നു. ഈ കണ്ണുകളിൽ മനുഷ്യനെ നോക്കുന്ന കണ്ണ്. ഇന്നിറങ്ങുന്ന ഏതെങ്കിലും മൊബൈലിനകത്ത് ക്യാമറ ഇല്ലാത്ത വല്ല മൊബൈലും ഉണ്ടോ? കരമുയർത്തിയാട്ട്. പഴയ ഞങ്ങൾ ഉപയോഗിക്കുന്ന നോക്കിയൊക്കെ പഴയതിനകത്ത് ഇല്ല ഉള്ളു. ഇപ്പം ഇറങ്ങുന്ന ഏതെങ്കിലും ക്യാമറ ഉണ്ടോ? സഹോദരിമാർ പ്രത്യേകിച്ച് പറയുന്ന ഡ്യുവൽ 2-3 ക്യാമറയുള്ള തരാനാ പറയുന്നത്. സ്വോത്രം. 1 പോരാ, 2-3 മര്യാദ കറക്കിയെടുക്കാൻ തക്കോണം. സ്വോത്രം. ലാപ്ടോപ്പിനകത്ത് വേറെ. അങ്ങനെയെങ്കിൽ സകലതും ഈ സാത്താൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. അതാ കോവിഡ്. ഇന്ന് രാത്രി മനസ്സിലാക്കി തരാം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അടുത്തത്, അവൻ ലോകത്തോട് സംസാരിക്കും. സാത്താൻ. പണ്ടത്തെ കാലത്ത് ആര് സംസാരിക്കും? ഇപ്പം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അങ്കിളിനെ കിട്ടിയില്ലേ? എന്താ പേര്? അങ്കിളിൻ്റെ പേര് ഗൂഗിൾ. അങ്ങനെ വല്ല കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. സഹോദരന്മാർ മരണ വീട്ടിലെ കണക്കിരിക്കുന്നല്ലോ. സ്വോത്രം. ഗൂഗിൾ. നമ്മുടെ വീട്ടിൽ ഒരു പണിക്കാരിയെ വെച്ചാൽ ദിവസം 500 കൊടുത്താലും കിട്ടിയാലെന്നൊരു ജോലിക്കാരിയെ. പക്ഷേ ഈ അങ്കിളിന് എത്ര കൊടുക്കണം? 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം എല്ലാ കാര്യവും പറഞ്ഞു തരത്തില്ല. ഈ കൊച്ചുങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന CBSE പിള്ളേർ പറയത്തില്ല മമ്മിക്കൊരു മണ്ണാങ്കട്ട അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചോദിക്കാമെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ആരാ? കിടക്കുന്ന ഗൂഗിൾ സംസാരിക്കുമെന്ന്. പണ്ട് നെയ്യാറ്റിൻകര വന്നിട്ട് ഉദയംകുളങ്ങര എവിടെ, കാക്കറവിള എവിടെ, മര്യാപുരം എവിടെ, വട്ടവിള എവിടെ, വ്ളാത്താങ്കര എവിടെ, ചെങ്കൽ എവിടെ എന്ന് ആരോട് ചോദിക്കണം. ഈ സ്ഥലമൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. സ്വോത്രം. കൊല്ലത്ത് കിടന്ന് ഞാൻ ഇവിടെ എല്ലാം പ്രസംഗിച്ചുകൊണ്ട് എനിക്കറിയാം. സ്വോത്രം. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നാരായണൻ ചേട്ടനോട് ചോദിക്കുക എവിടെ ഈ നെയ്യാറ്റിൻകര കഴിഞ്ഞ് ഉദയംകുളങ്ങര. ഇന്ന് വല്ലതും ചോദിക്കണോ? മൊബൈലിന് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി ചേച്ചി ഈ ഉദയംകുളങ്ങര എന്നാണ്. ഉടനെ മൊബൈൽ പറയും ഗോ ടു 5 കിലോമീറ്റർ അമരവിള താന്നിമോട് ദെൻ ഗെറ്റ് ഇറ്റ് ഉദയംകുളങ്ങര. സ്വോത്രം. പറയുന്നത് കേട്ടിട്ടില്ലേ മൊബൈൽ? സ്വോത്രം. വഴി വരെ കാണിച്ച അന്ത്യകാലം. കിടക്കുന്ന സഭ എടുക്കപ്പെട്ടാൽ സാത്താൻ ഗൂഗിൾ മാപ്പിന് മലയാളവും സംസാരിക്കുമെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ഗൂഗിൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കയ്യിൽ കിട്ടിയാൽ 5G സാറ്റലൈറ്റ് വഴി അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. സാമ്പിൾ. ഈ മണ്ഡലം ഏതാ? പാറശാലയാണോ അതോ എവിടെ? നെയ്യാറ്റിൻകരയാണോ ഈ മണ്ഡലം അസംബ്ലി? നെയ്യാറ്റിൻകര. ഇവിടുത്തെ MLA സഖാ വാൻസലൻ. സ്വോത്രം. ഈ കോവിഡ് കാലത്ത് ഇലക്ഷൻ നടന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്ങാനും വന്നോ?
മൊബൈൽ രാവിലെ ഓൺ ചെയ്തപ്പം വന്നില്ലേ, ഹലോ ഞാൻ സഖാ വാൻസലൻ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അടയാളപ്പെടുത്തുക, കേട്ടവരുന്ന് കൈ ഉയർത്തിയാട്ട് സ്വോത്രം. അങ്ങനെ പേടിക്കുന്ന എന്തിനാ മക്കളെ? ഞാൻ പടം എടുക്കത്തില്ല, സ്വോത്രം, കൈ ഉയർത്തിയാട്ട് സ്വോത്രം. ഉടനെ അടുത്ത എതിർ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ, കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം സാമ്പിൾ തുടങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്ന് നിങ്ങൾ കാണുന്ന കമ്പ്യൂട്ടർ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഈ ക്യാമറ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഇന്നത്തെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ, സാത്താൻ ലോകത്തോട് സംസാരിക്കും. അന്ത്യകാലം ബൈബിളിലുണ്ടോ? കോവിഡിൻ്റെ മറവിൽ സാത്താൻ സംസാരിക്കാൻ പോകുന്നു. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ബമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ദാ കിടക്കുന്ന അവൻ ലോകത്തോട് സംസാരിക്കുമെന്ന്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഗൂഗിളിനോട് ഓരോ ഡിക്ഷണറി കാര്യങ്ങൾ ചോദിക്കുന്നു, വഴി ഗൂഗിളിനോട് ചോദിക്കുന്നു, ഏത് നല്ല ഡോക്ടർ എവിടെ ഉണ്ടെന്ന് ഗൂഗിളിനോട് ചോദിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 3Gയും 4Gയും 5Gയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ സിസ്റ്റം ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു. അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഇസ്രായേൽ തളിർക്കുമ്പോൾ അവൻ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ സഖാ വാൻസൽ മൊബൈൽ കൂടി നിങ്ങളോട് വോട്ട് ചോദിച്ചെങ്കിൽ, ഇനി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആന്റി ക്രൈസ്റ്റ് നിങ്ങളുടെ മൊബൈലിനകത്ത് സംസാരിക്കും. ഇന്ന് നെയ്യാറ്റിൻകര ആരും ഇറങ്ങരുത്. ഇന്ന് വീടടച്ചിട്ടിരിക്കണം, ക്വാറന്റൈൻ കടക്ക്, നിങ്ങളുടെ കിറ്റ് വീട്ടിനകത്ത് കിട്ട്. അങ്ങനെ ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം തുമ്പുകെട്ട ഇടയൻ നാശയോഗ്യ വരുവാനിരിക്കുന്ന പ്രഭു നയബുദ്ധി ഉള്ളവൻ ലോകത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ പറയുന്നു, അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. വമ്പും ദൂഷണവും പറയുന്ന നാവ് അവന് ലഭിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്നത്തെ ഗൂഗിൾ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ സാത്താൻ്റെ ശബ്ദം നിങ്ങളുടെ മൊബൈലിൽ കേൾക്കാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സാത്താൻ്റെ ശബ്ദം ഞങ്ങളുടെ മൊബൈലിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ ഈ തലമുറയിൽ മുഴങ്ങും. അതിൻ്റെ പേരായി ഇവിടെ കയറി വരിക. ഇന്ന് രാത്രി കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ. ഞങ്ങൾ പ്രസംഗിക്കുന്ന നാഥൻ വരാറായി. ഇന്ന് രാത്രി മര്യാപുരമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളത്, ഫാസ്റ്റ് ആൻഡ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, now on going, coming 3 and 3.5G. Your computer is available camera, your mobile is available camera, also the Google speaking, the classes, your COVID is coming, the classes is going FaceApp, classes is going Google Meet, classes is going Zoom Meet, classes is going WhatsApp. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ദാനിയേലിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയായി അവൻ കമ്പ്യൂട്ടർ വഴി സകലരെയും മാനേജ് ചെയ്യും. അവന്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമെങ്കിൽ ഇന്ത്യക്ക് 2550 കൊല്ലം മുമ്പ് ബാബേലിന്റെ പ്രവാസത്തിനകത്ത് സിംഹങ്ങളുടെ കുഴിയിൽ വീണ് അവിടുന്ന് പുറത്തെഴുന്നേറ്റ ഒരുവ സ്വർഗത്തിലേക്ക് നോക്കിയ പ്രവചനത്തിന്റെ നിവർത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കണ്ടെങ്കിൽ ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. മര്യാപുരമേ, ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ യേശു വരാറായി, നമ്മുടെ യേശു വരാറായി. ഒന്നാമത്തെ സംഭവം ഗൂഗിളിൽ നിന്ന് സംസാരിക്കുന്നു കോവിഡിന്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം കോവിഡിന്റെ മറവിൽ. ശ്രദ്ധയോടെ ഇരിക്കണേ. 3-4 കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി. ബാക്കി നാളെ കോവിഡിന്റെ മറവിൽ നമ്മുടെ ഡേറ്റയെല്ലാം ഒരു കമ്പ്യൂട്ടറിനകത്ത് പോയി. എന്താ? ഇവിടെ 3 കോവിഡ് വാക്സിനാണ് ഇന്ത്യയിൽ വന്നത്. 1 കോവാക്സിൻ, 2 കോവിഷീൽഡ്, 3 റഷ്യയുടെ സ്പുട്നിക്. പക്ഷേ ഈ കോവിഡ് വാക്സിൻ എടുക്കാൻ നിങ്ങൾ നെയ്യാറ്റിൻകരയോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങളുടെ വാക്സിൻ എടുക്കുമോ? എടുക്കത്തില്ല. അവരാദ്യം പറയും എന്തോ ചെയ്യണം, ആധാർ ലിങ്ക് ചെയ്യണം, മൊബൈൽ നമ്പർ കൊടുക്കണം, അപ്പോൾ സ്ലോട്ട് വരും, അങ്ങനെ വാക്സിൻ കിട്ടൂ. ഒരു മലയാളം ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് 35 ലക്ഷം രൂപയാണ്. നമ്മുടെ തിരുവനന്തപുരം RCC നേരിട്ട് ഞങ്ങൾക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ അവരൊന്ന് റേഷൻ കാർഡ് ചോദിക്കും, ആധാർ ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കത്തില്ല. ഇന്ന് ഒരു 35 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് ഒരു ചോദിക്കത്തില്ല. പക്ഷേ 1200 രൂപയുടെ വാക്സിൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത് മൊബൈലിനകത്ത് സ്പോട്ട് വരണം. എന്തിനു വേണ്ടി ആധാർ ലിങ്ക് ചെയ്യുന്നു? ലോകം
ഒരുവൻ ഭരിക്കുമ്പോൾ സകല മെയിൽ ഐ ഡിയും സകല ഡീറ്റെയിലും അവൻ്റെ കയ്യിലെത്തണം. ആൻസലൻ സഖാവിനെ തന്നെ വിളിക്കാം. ഇന്ന് രാത്രി സഖാവ് ആൻസലിനെ വിളിച്ചു വയ്ക്കണം. സാറേ, ചെങ്കൽ പഞ്ചായത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് പറയും ഇത്ര വോട്ടർമാരുണ്ടെന്ന്. സ്വോത്രം. അതുപോലെ ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ പോകണം. ഇന്ത്യ ആധാർ, ഇസ്രയേൽ പാസ്പോർട്ട്, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്ക സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് പോയി 666 ഇന്ന് രാത്രി പറയണം. നിങ്ങൾ ഇവിടെ നെയ്യാറ്റിൻകരയിൽ അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ നിങ്ങൾ ഒരു വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ എവിടെ? 1, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങളുടെ ഡേറ്റ. 2, എയിംസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 3, UN ജനറൽ സെക്രട്ടറി അന്തോണിസ് ഗുട്ടറാസിന്റെ കമ്പ്യൂട്ടറിനകത്ത് ഈ ഡേറ്റ. അത് കഴിഞ്ഞിട്ട് 4, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ നേതാവ് ആന്റണി ഫൗച്ചി അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിനകത്ത് ഈ ഡേറ്റ. തീർന്നില്ലേ? അതുകൊണ്ടല്ലേ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഒരു ദിവസം രാവിലെ പാന്റ് ഷർട്ട് ഇട്ട് പറഞ്ഞ് मेरा भाइयों बहनों सब नागरियों 100 करोड़ आदमी ഇന്ത്യ में വാക്സിൻ ले लिया. 100 കോടി പേര് വാക്സിൻ എടുത്തെന്ന്. സ്വോത്രം. ഇതാര് പറഞ്ഞു? പാറശാല ആശുപത്രി പറഞ്ഞു അമ്മാമ്മ, നെയ്യാറ്റിൻകര പറഞ്ഞു അച്ചായ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറഞ്ഞു നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത് കൈക്കകത്ത് ഈ കുത്തുമ്പോൾ കമ്പ്യൂട്ടർ വഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് വാക്സിൻ എടുത്ത കണക്കെത്തുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇതിന്റെ മറവിൽ അവൻ അടുക്ക വാതിൽക്കലായിരിക്കും. മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരുവൻ കൊണ്ടുപോയി. സംശയം വല്ലതും ഉണ്ടോ? BSNL ഇപ്പോഴത്തെ ചൂടെന്തുവാ? സ്വോത്രം. BSNL മൊബൈലിലെ ചൂണെന്തുവാ? ലജ്ജാമതിയെ നിന്റെ കള്ളക്കടക്കണില്ലാന്നോ? അല്ല. India is going a landmark. 170 crores vaccine take it. ഇംഗ്ലീഷ് കേട്ട് ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. BSNL ചൂൺ അച്ഛ കൈ ഉയർത്ത്. അവസാനം കണ്ടോളാം. പൈസ പ്രസംഗിച്ച കാശുണ്ട്, ഗിഫ്റ്റ് തരാൻ. കൈ ധൈര്യമായിട്ട് ഉയർത്തിയാട്ടെ. സ്വോത്രം. വിഷമിക്കേണ്ട. കൈ ഉയർത്തിയാട്ടെ. കണ്ടോ? BSNL ഇരിക്കുന്ന പെങ്കൊച്ചിനോട് ആര് പറഞ്ഞു 170 കോടി വാക്സിൻ ഇവിടെ ചെലവായെന്ന്? നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ വഴി ഇത് BSNLനകത്ത്, അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത്, UN സെക്രട്ടറി ജനറലിന് മുമ്പിൽ, WHO കണക്കിനകത്ത് നമ്മുടെ മുഴുവൻ പേരും ഐഡന്റിറ്റിയും വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു മക്കള്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ അവനടുക്ക വാതിൽക്കലെന്ന്. കോവിഡിന്റെ മറവിൽ അച്ചായന്മാരെയും കുഞ്ഞുങ്ങളെ അമ്മാമ്മമാരെ മുഴുവൻ ഇന്റർനെറ്റിന്റെ ടെക്നോളജി പഠിപ്പിച്ചെങ്കിൽ, കോവിഡിന്റെ മറവിൽ ഗൂഗിൾ സംസാരിച്ചെങ്കിൽ, കോവിഡിന്റെ മറവിൽ മുഖാമുഖം സംസാരിച്ചെങ്കിൽ, കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി പറയണം നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരുവൻ കൊണ്ടുപോയെങ്കിൽ താമസം വിന അവന്റെ ചെയർ ഇവിടെ വരുവാൻ കാലമായി. ഇന്ന് രാത്രി മര്യാപുരമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 3ാമത്തെ സംഭവം കോവിഡിന്റെ മറവിൽ ഇവിടെ നടന്നു. കർഷക സമരം. എവിടെ സമരങ്ങൾ തുടങ്ങിയത്? അന്ത്യകാലം ജനം റോഡിൽ ഇളകും. എവിടെ തുടങ്ങി? 2009 അമേരിക്കക്കകത്ത് തുടങ്ങിയ 48 മണിക്കൂർ പണിമുടക്ക വാൾ സ്ട്രീറ്റ്. ആ പണിമുടക്ക കഴിഞ്ഞ മാർച്ച് മാസത്ത് നെയ്യാറ്റിൻകര മാർച്ച് 28, 29 2 ദിവസം ഹർത്താൽ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. മാർച്ച് 28, 29 സന്തോഷമില്ലല്ലോ, പേടിക്കണ്ട. ഇതെവിടെ നിന്ന് വന്ന്? അമേരിക്കയിൽ നിന്ന് വന്ന 48 മണിക്കൂർ കഴിഞ്ഞോട്ട്. അതാണ് 2009. ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരാൻ കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ? അത് ചൈനയിലേക്ക് വന്നു. ടിയാമൻ സ്ക്വയറിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നു. തീർന്നില്ല. അടുത്തത് വീണ്ടും വന്നു. എവിടെ വന്ന്? ഗൾഫിൽ ഷേഖുമാരുടെ കാറ് തടഞ്ഞു. മലയാളിയും തമിഴ്നാട്ടുകാരെ ശമ്പളം കൂടുതൽ. അടുത്ത ജനം റോഡിൽ ഇറങ്ങി. ബ്രിട്ടനിൽ കുർബാന കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ഇളക്കമിളകി. അണ്ണാ ഹസാരെ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എവിടെ? രാംലീല മൈതാനം. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം 2 രാത്രി ഉറങ്ങിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. എവിടെങ്ങാണ്ട് പ്രാർത്ഥനയ്ക്ക് പോയെന്ന് 3 രാത്രി. അപ്പോഴാണ് എഴുതിയേക്കുന്ന ഈ അപ്പച്ചൻ വിസിലുവാട്ട് കയറി. അന്നൊരു പാർട്ടി വന്നില്ലേ ഡൽഹിയിൽ? ആ പാർട്ടിയുടെ പേര് സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്ത ചിഹ്നം ചൂല്. കേട്ടവരാന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. അവരുടെ പേര് ആപ്പ്, ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ ദിവസം കേജ്രിവാൾ, അവൻ്റെ പേര് തന്നെ ഒരു വാളാ. സ്വോത്രം. വെളിപ്പാട് 6 എഴുതിയിട്ടുണ്ട് വാള്. പക്ഷെ ഒരു സംഭവം നിറഞ്ഞു തരാം. ഈ കർഷക സമരം നടന്നപ്പോഴേ ഈ കേജ്രിവാൾ എന്തോ ചെയ്ത് പഞ്ചാബിൽ നിന്ന് വന്നവർക്ക്, നമ്മുടെ മര്യാപുരത്തെ റേഷൻ കടക്കാർ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഇച്ചിരി മണ്ണെണ്ണയൊക്കെ കാണാതെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? സ്വോത്രം. രാത്രി വരുമ്പോൾ സൈക്കിളെ അരിയും ചാക്കും പിടിച്ചു വെച്ച് കൊടുക്കത്തില്ല. അങ്ങനെ ഈ കേജ്രിവാൾ കൊടുത്തു.
ദിൽവാലെ ദുൽഹനിയം ലേജായങ്ക മണ്ണും ചാരിയിരുന്ന പെണ്ണും കൊണ്ടുപോയി. സ്വോത്രം. ഇന്ന് പഞ്ചാബ് ഭരിക്കുന്നതാര്? മോഡി സാറിനും അറിയത്തില്ല ഞങ്ങൾ നോക്കുമെന്ന്. സോണിയ പറഞ്ഞ് ഞങ്ങൾ പഞ്ചാബ് പിടിക്കുമെന്ന്. അതാ ഹിന്ദിക്കാരൻ പറഞ്ഞ് ദിൽവാലെ ദുൽഹനിയം ലേജായ മണ്ണും ചാരിയിരുന്ന പെണ്ണും കൊണ്ടുപോയി. സ്വോത്രം. ഇന്ന് 97 സീറ്റ് ആപ്പ് പിടിച്ചു. സ്വോത്രം. കണ്ടില്ലേ? ഇപ്പം കേരളക്കാർക്കും ഒരു ഞെട്ടൽ. എല്ലാ ഡോക്ടർമാരും അതിൽ ചേരുക. നമ്മുടെ ആൾക്കാർ 2 വെള്ളത്തെ കാലി ഔട്ടുന്നവരില്ലയോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവരിങ്ങനെ കലാപമൊക്കെ ഉണ്ടാക്കും, രാഷ്ട്രീയം പറയും, കൊടിയൊക്കെ ശരിയാ. പക്ഷെ കാര്യം വരുമ്പോൾ അവരൊന്നാ മിണ്ടുന്നില്ലല്ലോ. ലൂലു മാൾ ഉദ്ഘാടനം ചെയ്തപ്പം BJP അവിടെ ഉണ്ട്, CPM-കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, സകലരും ഉണ്ട്. സ്വോത്രം. ഈ രാഷ്ട്രീയ നേതാക്കളുടെ കല്യാണത്തിനൊന്ന് പോയി നോക്കണം. ഞാൻ പലതും പോയിട്ടുള്ളത്. ഇവർ കണ്ട എന്തോരം സ്നേഹ. ചിന്നമ്മേ പൊന്നമ്മേ അവറാച്ചാ കറിയാച്ചാ. സ്വോത്രം. ഇവിടെ ഉദയംകുളങ്ങരയിൽ നിന്ന് ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്ന സഹോദരന്മാർക്ക് ഇതറിയത്തില്ല. സ്വോത്രം. രാഷ്ട്രീയം തെറ്റല്ലെന്നല്ല, ചുമ്മാതെ ഇതിൻ്റെ പേര് കശപിശയ്ക്ക് പോകരുത്. ആശയം നല്ലതാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആര് ഇന്ന് പഞ്ചാബ് ആപ്പ് ഭരിക്കുന്നു? സ്വോത്രം. അതെവിടത്തേക്ക് വന്നു? തിരുവനന്തപുരത്തേക്ക് വന്നു. എവിടാ സമരം? സെക്രട്ടേറിയറ്റ്. ഇരുന്ന് കിടന്ന് നിലവിളി, കിടപ്പ് സമരം. എന്തെല്ലാം സമരങ്ങളായിരുന്നു. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു നല്ല സംഘടന ഉണ്ടായിരുന്നു, VSDP. കാണാനില്ലിപ്പം. കടപിടി സമരം, നിലവിളി സമരം, ഉരുളൽ സമരം. ഇപ്പം അവരെ കാണാനേ ഇല്ല. എന്തോ തടഞ്ഞെന്ന ആൾക്കാരൊക്കെ പറയുന്നത് രംഗത്തേ ഇല്ല ഇപ്പോൾ. സ്വോത്രം. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് അച്ഛന്മാർ സമരമല്ലേ? ആ മകാ ഇടവകയിൽ ചെന്നാൽ മതി, എന്തോന്ന് അവർ പറയും. സ്വോത്രം. പാറശാല നോക്കിയാൽ മതി. പാസ്റ്റർമാർ മോശമല്ല. ഇറങ്ങി ആട് സംഗമം, വേറെ സംഗമം, ആ സംഗമം. സ്വോത്രം. സൂചേട്ടൻ പ്രസംഗിക്കൊണ്ട് റോഡിൽ കുത്തിയിരിക്കുന്നു. സ്വോത്രം. ആ സമയത്ത് പരസ്യോധന കാണുമ്പോൾ യേശുവിനെ പ്രസംഗിച്ചോണം. സ്വോത്രം. കൊല്ലങ്ങളായിട്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നു. എത്രയോ സംഘടനക്കാർ പറഞ്ഞു, പാസ്റ്റർ അവിടെ കുത്തിയിരിക്കുക, ഇവിടെ കുത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുത്തിയിരിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. ദൈവം അറിയാതെ ഭരണകൂടങ്ങളകത്ത് ഒന്നും നടക്കത്തില്ല. സ്വോത്രം. നമ്മുടെ ദൈവമാര് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. സ്വോത്രം. പാസ്റ്റർമാരോട് സ്നേഹത്തിൽ പറയുക, രാഷ്ട്രീയക്കാരന് വേണ്ടി കൊടി പിടിക്കുവാനും റോഡ് പരിശോധിക്കുവാനുമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ജീവന്റെ സുവിശേഷം പറയുവാ. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താ വില? അതുകൊണ്ട് അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചുവെങ്കിൽ ലോകത്തെ സ്നേഹിച്ച നാഥൻ്റെ വചനം ഉയർത്തുവാന് സംഘടന പോകുന്നത് നല്ല കാര്യം. ശരിയാ. റോഡിൽ കുത്തിയിരിക്കാനോ സമരം വിളിക്കാനോ നടക്കരുത്. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ദയവ് ചെയ്ത് പാസ്റ്റർമാർ രാഷ്ട്രീയക്കാരിൽ നിന്ന് കാശും മേടിക്കരുത്. സ്വോത്രം. അവസാനം നിങ്ങൾക്കിത് കെണിയാവും. സ്വോത്രം. വോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മേടിച്ച പലരും ഇപ്പം മാളത്തിനകത്താ. സ്വോത്രം. എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഭയമൊന്നുമില്ലല്ലോ. സ്വോത്രം. എന്തിനാ പേടിക്കുന്ന പറയുന്നതിന്? സ്വോത്രം. കർത്താവ് നോക്കിക്കോളും. സ്വോത്രം. അതുകൊണ്ടാണ് പറയാം. അങ്ങനെയെങ്കിൽ ജനമിളകുന്നു. തീർന്നില്ല. സമരം ചെയ്യാൻ ആരാ ഏറ്റവും നല്ലത്? സഹോദരിമാർ. ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചത് രാജാക്കാട്, രാജകുമാരി, തൊട്ടിക്കാനം, സേനാപതി, ഉപ്പുകണ്ടം, നെടുങ്കണ്ടം. അവിടെ എല്ലാം പോയപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഞാൻ ബിരുദം കൊടുത്തായതുകൊണ്ട് വലിയ സമ്മതം. എനിക്ക് സഹോദരി ഗോമതിയെ കാണുമെന്നൊരാഗ്രഹം. പൂപ്പാറ, ഇടുക്കിയിൽ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ പാസ്റ്ററെ കാണിക്കാം. ഞാൻ അവരെ കണ്ടുകൊണ്ട് അവർ തമിഴ്നാട്ടിലാണ് സംസാരിക്കുന്നത്. തമിഴ്. ഉങ്ങൾ പാസ്റ്ററാ? ഞാൻ പറഞ്ഞു പാസ്റ്റർ. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു 3000 പെങ്കൊച്ചുങ്ങളെ റോഡിൽ ഇറക്കി പെമ്പിളെ ഒരുമൈ. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി ഇതെങ്ങനെ പറ്റി നോട്ടീസ് അടിക്കാതെ? അപ്പം പറയാം, പാസ്റ്റർ ഇനി ഒരു സ്ട്രൈക്ക് വന്നാൽ 6000 കുളന്തകളെ ഞാൻ റോട്ടി ഇറക്കുമെന്ന്. സ്വോത്രം. എൻ്റെ മൊബൈലിൽ വാട്സപ്പ് അടിച്ചാൽ മതിയെന്ന്. സ്വോത്രം. ജനം ഇളകുമെന്ന്. സ്വോത്രം. കണ്ടില്ലേ? അന്ത്യകാലത്ത് ഇളകുമോ? റോഡിനകത്ത് പുറകെ ഞാൻ വായിക്കാം. അതിനാസ്പദമായി കോവിഡ് കാലത്ത് ഡൽഹിയിലെ കർഷക സമരം എത്ര പേര് കണ്ടു? ലക്ഷക്കണക്കിന് പേർ. ആരാ ഇതിൻ്റെ പിന്നിൽ? കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ 1 ലക്ഷവും 2 ലക്ഷവുമല്ല, സകല ജനവും ഡൽഹിക്കകത്തിളകി കർഷക സമരം. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. ഹരിയാന, ലക്കിംപൂർ, സിംഘു, അംബാല ഇവിടെയെല്ലാം 10,000-കണക്കിന് കർഷകർ ഇറങ്ങി. എന്താ കാര്യം? കർഷകൻ്റെ വിളയിലെ നിലത്തിൽ വിളയുന്ന വിളകൾ, സവാള, അത് കഴിഞ്ഞിട്ട് തക്കാളി, അത് കഴിഞ്ഞിട്ട് ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം റിലയൻസിനും അംബാനിക്കും കൊടുക്കാൻ പഞ്ചാബികളോട് പറഞ്ഞു. അവർ പറഞ്ഞു, ആംലോക്ക മണ്ഡി മാർക്കറ്റ്, ആംലോക്ക മർജിമേ ഭേജേക, ഞങ്ങളുടെ ഇഷ്ടത്തിന് വിൽക്കുമെന്ന്. സ്വോത്രം. പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ മുട്ടുമടക്കിയില്ലേ? സ്വോത്രം. അവസാനം അവർക്കിട്ട് വിൽക്കാം. വിപണി റിലയൻസിന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. ആര്? അതിനകത്ത് ആരുണ്ടായിരുന്നു? മലയാളി ഉണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരനുണ്ടായിരുന്നു, ഹിന്ദിക്കാരനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനി ഉണ്ടായിരുന്നു, പഞ്ചാബുകാരൻ നേതൃത്വം. ആ സമരം, കർഷക സമരം, കോവിഡിന്റെ മറവിൽ അവൻ ജനത്തെ ഇളക്കി. ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നു. ബൈബിളിനകത്തുണ്ടോ? അന്ത്യകാലത്ത് ഇത് നടക്കും. അധികാരം അവനിലേക്ക്. മൂന്നാമത്തെ സംഭവം, നമ്പർ 1, we are hearing the truth
അവൻ അടുക്ക വാതുക്കൽ. ദ ഗൂഗിൾ ഈസ് സ്പീക്കിംഗ് ആൾസോ. അന്ത്യകാലത്ത് മനുഷ്യന്റെ മുഖം മുഴുവൻ കമ്പ്യൂട്ടറിനകത്തേക്ക്. 2, കോവിഡിന്റെ മറവിൽ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുപോയി. 7 ലക്ഷം പേർ ഇന്ത്യയിൽ മരിക്കുമ്പോൾ കോവിഡിനെ അവഗണിച്ച് 10,000-കണക്കിന് കർഷകർ ഹരിയാനയിലും സിംഘുവിലും അംബാലയിലും ഇറങ്ങിയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അവൻ അടുക്ക വാതിൽക്കൽ, അധികാരം അവന്റെ കയ്യിലേക്ക്. 4, കോവിഡ് കാലത്ത് ദാ കിടക്കുന്നു. ക്ലിയറായിട്ട് ഇന്റർനെറ്റിൽ ഇത് വരും. അജി ബ്രദർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 65 വയസ്സ് കഴിഞ്ഞവർ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ദാ നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പോയി? കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ കാണാൻ പോയി. ആര് പോയി? മോഡി സാർ പോയി. എന്തിനു വേണ്ടി പോയി? ഇതൊരന്തിമ ദിനങ്ങളിലേക്ക് വരുന്നു. ദാണ്ട് മോഡി സാർ കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ കാണാൻ പോയി. അന്ത്യകാലം. എന്താ അതിൻ്റെ അർത്ഥം? ഏക ലോക മതം. ബൈബിൾ വെളിപ്പാട് 13, 1, 2, 10 കൊമ്പ് 7 തല മൃഗം. വെളിപ്പാട് 13:11 രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ബൈബിൾ റെഫറൻസ് വെളിപ്പാട് 13:11 രണ്ടാം മൃഗം. അതാ ഇന്നത്തെ കത്തോലിക്ക സഭ. 1, അവർ മതത്തിൽ ഇടപെടുന്നു. 2, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. സ്തോത്രം. ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറയുന്നത് എന്തോ? ആഗോള താപനം ചൂട് കുറയ്ക്കണമെന്ന്. അദ്ദേഹത്തിന് ഞാനിവിടെ വരുക. സ്തോത്രം. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിട്ട് യേശുവിൽ കൂടി രക്ഷ അന്ത്യകാലം അല്ലാതെ ഈ വീട്ടുകളിലെല്ലാം നിങ്ങൾ ആഗോള താപനം ചൂട് കുറയ്ക്കണമെന്ന് പറയാനാണ് സനൽ പാസ്റ്ററിനെ വിളിച്ചത്. സ്തോത്രം. പുള്ളിക്കാരൻ പറയുന്ന ആഗോള താപനം. ഏത് യുദ്ധമുണ്ടായാലും ആദ്യം അമേരിക്കയല്ല സംസാരിക്കുന്നത്, റഷ്യയല്ല സംസാരിക്കുന്നത്, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. അന്ത്യകാലത്ത് അദ്ദേഹം ഒന്നുമല്ല ആൻറ്റി ക്രൈസ്റ്റ്. പുറകെ പറഞ്ഞുതരാം. ചരിത്രം പിറന്നു. ദാ കിടക്കുന്നു. ഇറാഖിൽ ഷിയ ആത്മീയാചാര്യനെ കണ്ട് മാർപ്പാപ്പയും എവിടെ പോയി? ഇറാഖിൽ പോയി. ലോക ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിൽ പോയി ഇസ്ലാം മത നേതാവിനെ കണ്ടു. ഇതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് റിലീജിയൻ. അന്ത്യകാലം. തീർന്നില്ല. ദാ കിടക്കുന്നു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നത് മാതാ അമൃതാനന്ദമയി അമ്മച്ചി. അന്ത്യകാലം. ഇവരെല്ലാം ഒരുമിക്കാൻ പോവുക. തെളിവ് സഹിതം. തീർന്നില്ല. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നത് തുർക്കിയിലെ ഇമാം. ബൈബിളിനകത്തുണ്ട്. 2 പേര് ഒരുമിച്ച് നിസ്കരിക്കുക. അവിശ്വാസികളുമായി. ബാക്കി പറ. ഇണയില്ല. ദാ കിടക്കുന്ന. കാലം മാറി. ഇതിൻ്റെ പേരാ ഏകലോക മതം. 2 പേരും ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നു. അന്ത്യകാലം. പുറേ ഞാൻ വായിപ്പിക്കും കുഞ്ഞിനെ കൊണ്ട്. ദാ കിടക്കുന്നു. പ്രകാശാനന്ദ സ്വാമി സമാധിയാവുന്നതിന് വിട്ട് അവിടെ പോയി. ശിവഗിരി മഠാധിപതി. ഏകലോക മതം. കോവിഡിന്റെ മറവിൽ മോഡി സാർ അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? മാർപ്പാപ്പ, അങ്ങ് യഥാർത്ഥ പിതാവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മര്യാപുരത്ത് ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ന്യൂഡൽഹിയിൽ വരും. അതിനുശേഷം ഇന്നത്തെ പ്രധാനമന്ത്രി പരമധാരി കൊടുക്കും. ദാണ്ട് സിറിൽ മാർ ബസേലിയോസ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനുമായി ബന്ധം. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ലോക ചരിത്രത്തിൽ ഗൾഫിനകത്ത് ഒരു മാർപ്പാപ്പ പോയാൽ ഇങ്ങനെ കൊടുക്കത്തില്ല. കേട്ടോണം. അബുദാബിയിൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ചെന്നു. അദ്ദേഹം പറഞ്ഞ നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കള് ഒരുമിക്കണമെന്ന്. സ്വോത്രം. അങ്ങനെ ഒരു പാട്ടിലെ അബ്രഹാമിൻ പുത്ര നീ പുറത്തേക്ക് വരിക. സ്വോത്രം. ദാ കിടക്കുന്നു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ അവിടെ ചെന്നിട്ട് അബുദാബിയിൽ പറഞ്ഞു നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കളാ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം യെരുശലേം ദേവാലയം. ആ ഭാഗം തൊടാൻ എനിക്കിവിടെ സമയമില്ല. മറ്റൊരിടത്ത് ഞാൻ പറയാം. ദാ കിടക്കുന്ന അബുദാബിയിൽ ഒരു പള്ളിക്കട കീഴിൽ 3 എണ്ണം, അഥവാ ഒരു കോമ്പൗണ്ടിൽ 1 യഹൂദന്റെ സിനഗോഗ്, 2 ഇസ്ലാം സഹോദരങ്ങളുടെ മസ്ജിദ്, 3 ക്രിസ്ത്യാനികളുടെ പള്ളി. ഒരു കുടക്കീഴിൽ ലോക സമാധാനത്തിന് വേണ്ടി ഇന്നത്തെ കത്തോലിക്ക സഭ അധ്യക്ഷൻ പറയുന്നു സാമ്പിൾ അബുദാബിയിൽ തുടങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇത് അബുദാബിയിൽ 3 ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഇവിടെ കൈവിടപ്പെട്ടു പോയാൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. താമസം വിന യെരുശലേമിന് വേണ്ടി ഒരു ദൈവാലയം പണിയുവാൻ വേണ്ടി ദാ ഇന്നത്തെ കത്തോലിക്ക സഭാധ്യക്ഷൻ
അബുദാബി ബനിയ സ്ട്രീറ്റിൽ സ്ഥലം മേടിച്ചിട്ട് ഒരു കോമ്പൗണ്ടിനകത്ത് 3 പള്ളി കൊണ്ടുവരുന്നെങ്കിൽ ഇതിന് മുഖാന്തരമായി ഇസ്രയേലിനകത്ത് ഒരാലയം പണിയുവാൻ അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയം അവിടെ ഉരുവായി അതിനകത്ത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ദേവാലയം എടുക്കപ്പെടാറായി. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവാലയം ഇവിടെ നിന്ന് എടുക്കപ്പെടാറായി. അതിന് മുഖാന്തരമായി അബുദാബിയിൽ ഒരു കോമ്പൗണ്ടിനകത്ത് അബ്രഹാമിന്റെ തലമുറകളുടെ 3 പള്ളി, യാക്കോബിന്റെയോ യേശാവിന്റെയോ ഇസ്രയേലിന്റെയും ചേർന്ന് പള്ളി വരുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ അടുക്ക വാതിൽക്കലായി. ഭരണകൂടത്തിൽ മാത്രമല്ല മതങ്ങളിലും അവൻ അധികാരം പിടിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ മറവിൽ